കഴിച്ച ചിക്കൻ പോയിട്ടില്ലാണോ? എടാ അതെ, നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറണം മറ്റേ ഗായത്രി ഇല്ലേ, അവളിനി നീയും നമ്മുടെ പിള്ളേർ ആരും നോക്കുക എന്ന കാലത്ത് അവൾ എനിക്ക് സെറ്റായി. ഇന്നലെ അവരില്ലാണ്ട് ഇന്ന് രാവിലെ എങ്ങനെ നിനക്ക് സെറ്റായി? എടാ അവളിന്ന് കാലത്തൊക്കെ ചുരിദാറിന്റെ കളറേ ബ്ലൂ, ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ടിന്റെ കളറോ ബ്ലൂ. ഇത് ലൗദാന ജെസ്സി. വയ്യടാ ഇവന്. മുന്തിനം ചില്ലറ വരട്ട സൗണ്ടോടെ കേട്ടിട്ടുണ്ടല്ലോ. ചില്ലറ. അയ്യോ ഇവൻ തിരിഞ്ഞും പോകാൻ പറ്റും. ചുമരൊക്കെ പഴയതായി, പെയിന്റ് ഒക്കെ അടിക്കണം. നിന്നെ എവിടെയൊക്കെ തേടി എന്നറിയാം. ഇടുവാ സംഭവം ഉണ്ടായിരുന്നു. ഏത് നേരത്താണോ ഈ വഴിക്ക് വന്ന്? നീയല്ലേ പറഞ്ഞു പെൺകുട്ടികൾ നമ്മളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നതൊക്കെ കേട്ട് അവരിനെ ഒന്ന് ചിരിപ്പിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് സെറ്റ് ആവുന്നു. ഇന്ന് ചിരിച്ചടാ. ഗൗരി എന്നെ കണ്ട് വീണ് ചിരിച്ചു. അവൾ എന്തിനാ നിന്നെ കണ്ട് ചിരിച്ചത്? സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഒന്ന് കാലേറ്റി മൂക്കുത്തി പോണു. അതിനെന്താണ് ഇപ്പോ? അണ്ണനെ അവള് ചിരിച്ചത് മാത്രമേ കണ്ടുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന 150 പേര് ഞാൻ ഉൾപ്പെടെ വീണ് ചിരിച്ചടാ. ബോധം പോയിട്ട് നീ ഒരു കാര്യം കണ്ടു, അതെന്താണെന്ന് എന്റെ ഗ്രൂപ്പിൽ അറിയാട്ടാ. ഓടാ, വേറെ കോൺഫിഡൻസ് കളയാൻ പറ്റും. എന്നാലും എന്തിനായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക? ഗ്രൂപ്പിലെ വീഡിയോ കണ്ടിട്ട് ടെൻഷൻ ആണ്ടാവോ? നീ വല്ല സൂസൈഡ് വല്ലതും? ചോദിക്കാം, എന്തിനാ വരാൻ പറഞ്ഞേ? എന്റെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ സത്യം കൂടെ നിന്റെ അടുത്ത് പറയാൻ ഞാൻ തീരുമാനിച്ചത്. ഇവന്റെ എന്ത് സത്യം എനിക്കറിയാം? ഇവ ആരി? പറ. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല, ഒരു പെണ്ണിന്റെ പിന്നാലെ ഒരു പോക്കുമില്ല. വീഡിയോ ഇട്ടാ കൊന്നെന്താ? ചെക്കൻ നന്നായി തോന്നുന്നു. എനിക്ക് ചോദിക്കായിരുന്നു എന്താണ് ഈ തീരുമാനം എടുത്തതെന്ന്. നീ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഞാൻ ഈ നാട്ടുകാർക്ക് ഒരു ധൈര്യമായി മാറാൻ പോകും. നാട്ടുകാർക്ക് നല്ലതോ? നാട് വിടാൻ പോയി കുറച്ച് വൈകിയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കി. അയ്യോ ബാറ്റ്മാനാ? അയ്യോ പൈത്യം.